അർച്ചന, നീ എങ്കിലൊന്ന് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതോ മറ്റാരെങ്കിലും ആയിട്ട്? ഇല്ലടത്തി, ഒന്നുമില്ല. സച്ചേട്ടൻ പോവാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തു പറ്റി സച്ചേട്ടാ? ഹോട്ടലിൽ വല്ല പ്രശ്നം? അതാണിപ്പോ പറഞ്ഞത്. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. അതിത്ര കുഴപ്പമാണോ? അതാണ് സച്ചേട്ടൻ. സച്ചേട്ടൻ എവിടെ കിടന്നാലും ഉറക്കം വരും. ഏത് രാജകീയ റിസോർട്ടിൽ കിടന്നാലും സച്ചേട്ടന് പറ്റൂല. അത് ശരിയാ. ബിസിനസ് മീറ്റിംഗിന് പോയാലും വന്നെത്താൻ കഴിയെങ്കിൽ സച്ചേട്ടൻ വീടെത്തിയിരിക്കും. അല്ലേ ഏട്ടത്തി? അതെ. ഹോം സിക്നെസ് ഒരു ബിസിനസ് മാഗ്നറ്റിന് ചേർന്നതല്ല. ഏട്ടത്തി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൊത്തം പാർട്ടിയുടെ ആസൂത്രണം? പൊളിച്ചില്ലേ? അതിന്റെ മൊത്തം ക്രെഡിറ്റ് സന്ദീപേട്ടനാ. പാവം എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? എല്ലാരും കൂടെ ഒരു വലിയ താങ്ക്സ് പറയേണ്ടതാ സന്ദീപേട്ടനോട്, അല്ലേ സച്ചേട്ടാ? എന്റെ ഏട്ടന്റെ പാർട്ടിക്ക് എന്നോട് എന്തിനാ താങ്ക്സ് പറയുന്നത്? അതെന്റെ കടമയല്ലേ? പിന്നല്ലാതെ. നാളെ സന്ദീപിന്റെ കല്യാണത്തിന് സച്ചി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. സന്ദീപേ, പാർട്ടിയുടെ സെറ്റിൽമെന്റ് ഒക്കെ നാളെ തന്നെ പ്രോപ്പറായി അക്കൗണ്ട് ചെയ്യണം. എനിക്കതിന്റെ കണക്കുകൾ കിട്ടണം. നാളെയോ? എത്ര ദിവസമായി ഞാൻ മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്? ഇന്ന് കിടന്ന് നല്ലപോലെ ഉറങ്ങാന്ന് വെച്ചതാ. ഏട്ടൻ കൊണ്ട് ഞാൻ തോറ്റു. അതൊക്കെ എന്ത് അക്കൗണ്ട് ചെയ്യാനാ സച്ചി? നമ്മുടെ സന്തോഷ കണക്കി കിടന്നോട്ടെ. അതല്ലച്ച, പണവും ചെലവും അക്കൗണ്ട് ചെയ്യപ്പെടണം. അതെന്താണെങ്കിലും. ഈവൻ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ലാഭവും നഷ്ടവും ഒക്കെ ഒരു കണക്കാ. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്ക് അവനെ പിടികിട്ടുന്നില്ലെന്ന്. അച്ഛനെ മാത്രമല്ല, നമ്മളെ എത്ര കരുതലോടെയാ സച്ചിയും വീട്ടുകാരും നോക്കുന്നത്. അതെ അതെ, നമുക്കെല്ലാവർക്കും എത്ര രൂപയുടെ ഡ്രസ്സും ഓർണമെന്റ്സും വാങ്ങി തന്നത്. ആ ഹാളിലേക്ക് അച്ഛൻ നടന്നു വന്നപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഈ വീട്ടിൽ വളർന്ന അച്ഛൻ തന്നെയാണോ ഇതെന്ന് ഞാൻ സംശയിച്ചും പോയി. മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോ നമ്മുടെ കുട്ടിയെ ഒരു സിനിമ നടിയെ പോലെ ആയിരുന്നല്ലേ കാണാൻ. ഇനി അച്ചു ആളാകെ മാറും. അവളെ മാറ്റിയെടുക്കും അവരെല്ലാരും കൂടി. അച്ചുവിന് സച്ചിയെ പോലെ ഒരാളെ നമ്മൾ വിചാരിച്ചാൽ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഇതിനൊക്കെ അവന്തിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കും അങ്ങനെ ഒരാളെ കണ്ടെത്തിയ മതി കേട്ടോ. ആദ്യം നീ നന്നായി പഠിക്കും. പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നമുക്ക് ആലോചിക്കാം. എന്താ പോരെ? മതി. ഇപ്പോഴേ കണ്ടെത്തി വെച്ചാ ഭാവിയിൽ അന്വേഷിച്ചു മടുക്കണ്ട. പൊടിയോടന്ന് മുൻജന്മ സുഹൃത്തുമെന്നല്ലാതെ എന്തു പറയാൻ. സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ തന്നെ നമ്മുടെ മോക്ക് കിട്ടിയല്ലോ. സച്ചി അവളെ പൊന്നുപോലെ നോക്കും. അതിന്റെ ഉദാഹരണമല്ലേ നമ്മളവിടെ കണ്ടത്. അച്ചുവിന്റെ കാലൊന്നു തെന്നിയപ്പോ വീഴാ സംരക്ഷിച്ചില്ലേ? അതിനാണ് കരുതലെന്ന് പറയുന്നത്. അച്ഛാ മതി മോളെ. അർച്ചന ഇരിക്കേ. ഞാൻ ഇരുന്നോളാം, നിങ്ങൾ കഴിക്കേ. സച്ചിക്ക് വേണ്ടി കാത്തിരിക്കാണോ? അവനിന്നെന്തോ പാർട്ടി ഉണ്ട്, കഴിച്ചിട്ടേ വരുമെന്ന് വിളിച്ചു പറഞ്ഞു. ഏട്ടത്തെ വിളിച്ച് പറഞ്ഞില്ലേ സച്ചേട്ടൻ? അത് ഞാൻ വിളിച്ചു, സച്ചേട്ടനെ കിട്ടിയില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ അർച്ചനോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്നാലും ഭാര്യയെ വിളിച്ചെന്ന് പറയായിരുന്നു. അവന്റെ ശീലങ്ങളൊക്കെ ഒന്ന് മാറി വരാൻ സമയമെടുക്കും. മോളിരിക്കേ. ഞാൻ ഇരുന്നോളാം അച്ഛാ. സച്ചിയുടെ ശീലങ്ങളൊക്കെ അർച്ചന മാറ്റിയെടുത്തോളൂ അല്ലേ? അർച്ചന ഇരിക്കേ. ഇരിക്കേ. ഞാൻ എടുത്തോളാം. അർച്ചനേട്ടത്തിന്റെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാ? ഇതൊക്കെ തന്നെയാണ് സ്പെഷ്യൽ. നല്ല ഒന്നാം തരം. എന്റെ പൊന്നച്ച ഒന്ന് നിർത്ത്. ഈ ചമ്മന്തിയുടെയും പയറിന്റെയും കേസ് പറയാനല്ലേ? ഞങ്ങൾ ന്യൂജൻ പിള്ളേർക്ക് അത് വേണ്ട.
അതെ, അതിന്റെ വില നിങ്ങൾക്കൊന്നും അറിയില്ല. ഏട്ടത്തി ആരുടെ കൂടെയാ? ഞങ്ങളുടെ കൂടെയാണോ അതോ ഈ വയസ്സൻ ടീമിന്റെ കൂടെയോ? അർച്ചന ഏട്ടത്തി ന്യൂജനാടി, നീ ചോദിച്ചോ? ആരും മോശം പറയാത്ത രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഏട്ടത്തി നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ? കോളേജിൽ കൊണ്ടുപോയി കൂട്ടുകാരുടെ ഇടയിൽ എനിക്കൊന്ന് സ്റ്റാർ ആകാനാ. ഓ പിന്നെ, എന്നിട്ട് വേണം ദിവസം നിനക്ക് ഏട്ടത്തി കൊണ്ട് ഓരോന്നും ഉണ്ടാക്കാൻ. അങ്ങനെ ഇപ്പൊ നീ സ്റ്റാർ ആവണ്ട. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടത് റോഗൻ ജോഷ്, മട്ടൻ മസാല, പ്രോൺ മസാല, പിന്നെ ചിക്കൻ ഷവർമ, ബട്ടർ ചിക്കൻ, ചിക്കൻ പാറ്റീസ്, ഷ്രിംപ് പക്കോറ, രശ്മി കബാബ്, അപ്പോളോ ഫിഷ്, ചില്ലി ചിക്കൻ, പെപ്പർ ചിക്കൻ, ചിക്കൻ ദം, ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ മജസ്റ്റിക്. ഇതൊക്കെ വേണം. പറ്റുമോ? ഞാൻ ഈ പേരുകൾ പോലും കേട്ടിട്ടില്ല. ഏട്ടത്തി ഇതൊന്നും ഉണ്ടാക്കണ്ട, നല്ല നാടൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാ മതി. പിന്നെ ഉച്ചവരെ കിടന്നുറങ്ങുന്ന ആളാ നിനക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കി തരാൻ പോകുന്ന. നീ എന്തിനാണ് എല്ലാം നെഗറ്റീവായി കാണുന്നത്? നീ എന്നത്തെയും പോലെ ക്യാൻറ്റീനിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്നോ കഴിച്ചാൽ മതി. പുതിയൊരാള് വന്നിട്ടും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. എന്നാ പിന്നെ അർച്ചനേട്ടത്തി സച്ചേട്ടന്റെ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കിയാൽ മതി. എത്ര മുരടനെയും ഭക്ഷണത്തിൽ ഇണക്കാൻ കഴിയുമ്പോളെ അതൊരു മാജിക്കാ. സ്നേഹം നിറഞ്ഞ മാജിക്. സച്ചിയുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവന്റെ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലം നീ മാറ്റിയെടുക്കണം. നിന്റെ മാജിക് ഞാൻ കാണിച്ചു തരാം. അനഘ വഴിയാണെങ്കിലും സച്ചേന്റെ ഇഷ്ടവിഭവം അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ ഒഴിച്ചു തരായിരുന്നല്ലോ. അയ്യോ, നോക്കട്ടെ. വേണ്ട, സാരമില്ല. സച്ചേട്ടൻ സ്ഥിരമായിട്ട് പുറത്തുനിന്നാണോ ആഹാരം കഴിക്കുന്നത്? നോട്ട് റെഗുലർ. വല്ല പാർട്ടിയോ മറ്റോ ഉള്ളപ്പോ മാത്രം. എന്താ ചോദിച്ചേ? ഒന്നുമില്ല. ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോ സച്ചേട്ടന്റെ കുറവുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. എന്നെ അങ്ങനെ ആരും കാത്തിരിക്കാറുമില്ല. സ്നേഹയ്ക്ക് നാളെ മുതൽ ഞാൻ പാചകം ചെയ്യണമെന്ന് ആഗ്രഹം. എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന്. കോളേജിൽ കൊണ്ടുപോയി കൂട്ടുകാർക്കൊക്കെ ഏട്ടത്തിയമ്മയുടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന്. സച്ചേട്ടൻ മറുപടി ഒന്നും പറഞ്ഞില്ല. നാളെ രാവിലെ നേരത്തെ റെഡിയാവണം. ഒന്ന് പുറത്തു പോകണം. ഔട്ടിങ്ങിന് പോവാണോ? അല്ല, വക്കീലിനെ കാണാൻ. ഞാൻ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രഗത്ഭനാണ്. ഡിവോഴ്സ് കേസുകളിൽ എക്സ്പെർട്ടാ. അധികം നീട്ടിക്കൊണ്ടു പോകണ്ട. ശരിയാ, അധികം നീട്ടണ്ട. അറക്കാൻ നിർത്തിയിരിക്കുന്ന മാടിന്റെ അവസ്ഥയാ എന്റെ. ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയണ്ടല്ലോ. ഞാൻ എന്റെ ഭാഗം വ്യക്തമായി തനിക്ക് പറഞ്ഞു തന്നില്ലേ? മനസ്സിലായി സച്ചേട്ടാ, ഞാൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ്. എനിക്കും തനിക്കും മാത്രം അറിയാം. പക്ഷെ എത്ര നാൾ ഇത് നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കാൻ കഴിയും സച്ചേട്ടാ? ഒതുക്കണം. സച്ചേട്ടന്റെ അച്ഛൻ ഇതറിഞ്ഞ അച്ഛൻ അത് താങ്ങാൻ കഴിയോ? വദനം സർവാഹതം സപ്രിയം ശ്രീവത്സാംഗമുദാരകൗസ്തുഭം പീതാംബരം സുന്ദരം ഗോപീനാം നയനോത്പലാർച്ചിതതനും ഗോപസംഘാവൃതം
ഗോവിന്ദം കളവേണു നാദനപരം ദിവ്യാംഗഭൂഷം ഭജേ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. എന്താ ഇവിടെ ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? കൊച്ചു വെളുപ്പാങ്കാലത്തെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. സോറി അങ്കിൾ, അങ്കിളുടെ ഉറക്കം പോയല്ലേ? എല്ലാരും ഉറങ്ങുന്ന സമയത്ത് എന്തിനാ ശല്യം ചെയ്യുന്നെന്ന് ഞാൻ അർച്ചന ചേച്ചിയോട് ചോദിക്കായിരുന്നു. ശല്യോ? അതിരാവിലെ ശുദ്ധിയോടെ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്ന എങ്ങനെയാ ശല്യാവുന്നത്? പത്ത് 15 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്റെ എല്ലാ ദിവസവും തുടങ്ങിയിരുന്നത് പൂജാമുറി എന്നുള്ള ഈ ശ്ലോകങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. എന്റെ ദേവി പോയതിനു ശേഷം പിന്നെ ഇന്നാ ഈ ശബ്ദം കേട്ടുണരുന്നത്. ആരുടെയും തെറ്റല്ല, എല്ലാവർക്കും ഓരോരോ തിരക്കുകളല്ലേ. അച്ഛൻ നേരത്തെ എണീറ്റോ? എണീറ്റതല്ല, ഉണർത്തിയതാ. നമ്മുടെയും ഈ വീടിന്റെയൊക്കെ ശീലങ്ങൾ പഴയപടി ആയിക്കൊണ്ടിരിക്കാൻ മോളെ. അർച്ചന മോള് രാവിലെ പൂജയും ശ്ലോകം ചൊല്ലലും സന്തോഷായി. എല്ലാം നന്നായി വരുന്നതിന്റെ ഒരു സൂചന കൂടിയായത്. ഞാൻ അച്ഛന് ചായ എടുക്കാം. ഏട്ടത്തി, ചായ ഞാനിട്ട് വെച്ചിട്ടുണ്ട്. ഏട്ടത്തി ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. സച്ചി ഭാഗ്യമുള്ളവനാ. അതാ അവന്റെ അമ്മയെ പോലെ കുടുംബം നോക്കുന്ന ഒരാളെ അവന് കിട്ടിയത്. കിട്ടിയത് അവനാണെങ്കിലും അർച്ചന ഈ വീടിന്റെ സ്വത്താ. ആ സ്വത്ത് ഇവിടേക്ക് വരാൻ മുൻകൈ എടുത്തത് നീയും. 2 ദിവസം കൊണ്ട് ഇവിടുത്തെ രീതികൾ മുഴുവൻ മാറ്റിക്കളഞ്ഞില്ലേ അവള്. ഈശ്വര, ഇവിടുത്തെ തുണിയൊക്കെ പുറത്തു കൊടുത്താണല്ലോ ഞാൻ ചെയ്യാറ്. ഇനി അത് വേണ്ട. എന്താ? ഞാനിവിടെ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങി വെക്കണ്ട. ഈ വീട്ടിൽ ഓരോ ജോലി ചെയ്യാനും വർഷങ്ങളായി ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നടന്നാ മതി. ഇതിപ്പോ ആരാ തന്നോട് അയൺ ചെയ്യാൻ പറഞ്ഞേ? ആരും ചെയ്യാൻ പറഞ്ഞതല്ല. ഇതൊക്കെ വില കൂടിയ തുണികളല്ലേ, ഡോബിയുടെ കൈ കൊടുത്താ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഞാനുള്ളപ്പോ വേണ്ട. എന്റെ അവകാശാധികാരം സ്ഥാപിക്കാനൊന്നുമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടം. എത്ര കാലം? അതെനിക്കറിയില്ല. ഉള്ളിടത്തോളം കാലം ചെയ്യും. ഇതൊക്കെ ഒരുതരം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അല്ലേ? എന്തിനു വേണ്ടി? എനിക്കിവിടെ ജീവിത അവസാനം വരെ കഴിയാനോ അതോ മറ്റെന്തെങ്കിലും നേടിയെടുക്കാനോ? എന്നെ അധികകാലം ഇവിടെ നിർത്താതിരിക്കാൻ വേണ്ടി വക്കീലിനെ കാണാൻ പോകുന്നില്ലേ? എപ്പോഴെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വരാം. എവിടെ വേണമെങ്കിലും ഒന്ന് ഒപ്പിട്ട് തരാം.
ചില വാക്കുകൾ ചാട്ടുളി പോലെ സച്ചേട്ട. അത് വന്ന് തറയ്ക്കുമ്പോ ജീവൻ പോകുന്ന പോലെ തോന്നും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. സ്നേഹിക്കാൻ എനിക്കറിയും, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അറിയില്ല. ഈ ചെയ്യുന്നതൊന്നും അതിനു വേണ്ടിയോ അല്ല, ഒരിത്തിരി സ്നേഹത്തിന് വേണ്ടിയോ. ഞാൻ ചെയ്തോളാം. വേണ്ട അമ്പിളി ചേച്ചി, ഒരു ദോശ ചുടാനൊന്നും അത്ര വലിയ പാടൊന്നുമില്ല. കുറച്ചു നേരം ചേച്ചി പോയി റെസ്റ്റ് എടുക്കച്ചല്ലേ. അർച്ചന മേഡം വന്നതോടെ എനിക്കിപ്പോ ഇവിടെ ഒരു ജോലി ഇല്ലാതെ. അവന്തിക മേഡം ഇതൊക്കെ കണ്ട എന്നെ വഴക്ക് പറയും. ഒരു വഴക്കും പറയില്ല, ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. ഞാനിന്നാ തറയൊക്കെ ഒന്ന് തൂത്തു തുടച്ചിട്ട് വരാം. ചെല്ലു. എടുത്തി എന്താ ചേട്ടനും അനിയത്തിയും കൂടി അടുക്കളയിലേക്ക്? ഏട്ടത്തിന്റെ വക എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ എന്ന് അറിയാലോ. നല്ല വിശപ്പുണ്ട് ഏട്ടത്തി. ഒരാനയെ കിട്ടിയാലും മതിയാവത്തില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. ഇനിയിപ്പോ ഉള്ളത് ദോശമാവ് മാത്രം. ദോശ എങ്കിൽ ദോശ, ഏട്ടത്തി ഉണ്ടാക്ക്. വേണമെങ്കിൽ ഏട്ടത്തിന്റെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ പഠിച്ചു. കെട്ടിയോന്റെ കയ്യിൽ നിന്ന് വെറുതെ ഇടികളുണ്ടാ. അതിലിച്ചിട്ട് പുളിക്കും മോനെ. അടുക്കള കിടന്ന് നരയിക്കാനോ? നമ്മൾ ആപ്പ് വഴി ഫുഡ് വീട്ടിലെത്തിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. വീട്ടിലുള്ളവർക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. നല്ല ടേസ്റ്റി ഫുഡ് വെച്ചിട്ട് കുറെ നാളായി. ഇവിടെയാണെങ്കിൽ അമ്പിളി ചേച്ചി എന്ന് ഒരേ രീതിയിലുള്ള പാചകം. ഇനി ഞാൻ ഉണ്ടാക്കിത്തരാം. എന്താ വേണ്ടെന്ന് വെച്ചാ നേരത്തെ പറയണമെന്ന് മാത്രം. എങ്ങനെയുണ്ട്? എന്ത്? അടുക്കളയിലെ കാഴ്ച എങ്ങനെയുണ്ടെന്ന്. ഇന്നലെ വന്ന ഏട്ടത്തെയും കൂടെ അനിയനും അനുജത്തെയും ഒന്നിച്ച് വെപ്പും കൂടിയും കളിയും ചിരിയും. ഭയം തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? എന്തിന്? നെല്ലിശ്ശേരിയുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താകുമെന്ന്. നീ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? വന്നു കയറിയ ദിവസങ്ങൾക്കുള്ളിൽ അടുക്കള ഭരണം പിടിച്ചു. വീട്ടിലുള്ളവരെയൊക്കെ മയക്കിയെടുത്തു. ഇങ്ങനെ പോയാ അധികം വൈകാതെ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ക്ലീൻ ഔട്ട്. വീട്ടുജോലിക്കും അടുക്കളപ്പണിക്കും പുറം ജോലിക്കും വേണ്ടി കല്യാണം എന്ന പേരിൽ കൊണ്ടുവന്നവളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യിക്കണമെന്നാ നീ പറയുന്നത്? പക്ഷേ അതിലൊരു അപകടം ചേച്ചി ശ്രദ്ധിച്ചു കാണില്ല. എന്തപകടം? ഇത്രയും കാലം ചേച്ചിയുടേതായിരുന്നു ഇവിടുത്തെ അവസാന വാക്ക്. എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിയ പിന്നെ ആര് കേൾക്കും ചേച്ചിയുടെ വാക്ക്? എക്കാലത്തും അവന്തിക തന്നെയാണ് ഈ വീട്ടിലെ അവസാന വാക്ക്. പിന്നെ അവളിതൊക്കെ വേലക്കാരിയെ പോലെ ചെയ്തോളും. എനിക്ക് കുറെ കൂടി എന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും. പലതും അവന്തിക മനസ്സിൽ കുറിച്ചിട്ടിട്ടാ നടക്കുന്നത്. അർച്ചനേട്ടത്തിയെ അത്ര നിസ്സാരമായി കാണണ്ട കേട്ടോ. ഞാഞ്ഞൂലിന് പത്തി വരില്ലടി. പത്തി ഉള്ളവര് പോലെ എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല. സച്ചി എന്റെ മുന്നിൽ വെറും പാവുക. അച്ഛനാണെങ്കിൽ തീരെ വയ്യ. പിന്നെ ആരാ എനിക്കെതിരെ വിരൽ ചൂണ്ടാനുള്ളത്? കൈപുണ്യം എന്ന് പറഞ്ഞ ഇതാണ്. ദോശക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ആണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. സൂപ്പർ. വെറും സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ. നല്ല കട്ടി കുറഞ്ഞു മൊരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ദോശ. അപ്പോ ഏട്ടത്തി, ഇന്ന് മുതൽ ഹോട്ടലിലെ ഫുഡിന് വിടാം. നിന്റെ ഇഷ്യൂസ് ഒരു കാലത്തും തീരില്ലല്ലോ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളരുകയല്ലേ? ദാറ്റ് ഈസ് ഫാക്ട്. ഒന്നും ഞാൻ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതല്ലോ. എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട് നിന്റെ ഇപ്പോഴത്തെ ഫാമിലി ലൈഫ്? നീ അത് പറ. അതിപ്പോ എന്ത് പറയാനടാ, നിനക്കറിയാവുന്നതല്ലേ. അറിയാം. നിനക്കെന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. എങ്ങനെ മാറണമെന്നാണ് നീ ഉദ്ദേശിച്ചേ? സച്ചി, നീ ഇപ്പോ പഴയ കാമുകനല്ല, ഭർത്താവാ.
ലോകത്തെ സാക്ഷി നിർത്തി ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സ്വീകരിച്ചവനാ നീ. അപ്പോ നീ എങ്ങനെയാണ് മാറേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇനിയും നീ മാറിയില്ലെങ്കിൽ നീ കാണിക്കുന്നത് വഞ്ചനയായി പോവില്ലടാ. എന്തൊരു നിഷ്കളങ്കയായ പെണ്ണാണ് അർച്ചന. നീ അവളെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നു പറയുന്നതേ തെറ്റാ സച്ചി. എനിക്കതൊന്നും ആലോചിക്കാനേ കഴിയുന്നില്ല സഞ്ജു. എടാ, നീ ആലോചിക്കണം. പക്ഷേ അത് നിന്റെ പക്ഷത്ത് നിന്നല്ല, അർച്ചനയുടെ പക്ഷത്ത് നിന്നാവണം. അപ്പോ നിനക്ക് ബോധ്യാവും നീ ചെയ്യുന്ന തെറ്റ് എത്ര വലുതാണെന്ന്. സച്ചി, കാലം പൊറുക്കാത്തതും മായ്ക്കാത്തതുമായ ഒന്നും ഈ ഭൂമിയിലില്ലടാ. കാലം പോകെ പോകെ എല്ലാം ശരിയാവൂടാ. നിനക്ക് അർച്ചനയെയും അർച്ചനയ്ക്ക് നിന്നെയും ആരെക്കാളും മനസ്സിലാവും. നീ അവളെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നു പറയുന്നതേ തെറ്റാ സച്ചി. സ്നേഹിക്കാൻ എനിക്കറിയും, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അറിയില്ല.